ഇപ്പോൾ ഒരു കണ്ണിലൊരു പൊടി പോയി എന്ന് കരുതുക. നമ്മൾ കണ്ണ് തിരുമ്പിയാലും ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കണ്ണിൽ നിറയെ വെള്ളം വരും. വെള്ളം നിറഞ്ഞിട്ട് ആ പൊടീനെ പുറത്തേക്ക് ഒഴുക്കി കളയും. ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ആരാ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്? നമ്മളുടെ ബുദ്ധിയല്ലല്ലോ. അല്ലാത്ത സമയത്ത് വെറും മിനിമം നനവ് മാത്രം കണ്ണിൽ നിലനിർത്തുന്ന കണ്ണ് ജസ്റ്റ് ഒരു പൊടിയുടെ ഒരു അംശം വന്നപ്പോഴേക്കും അധികം വെള്ളം നിറച്ച് അതിനെ അങ്ങോട്ട് കഴുകിക്കളയും. ഇപ്പോൾ ഒരു പൊടി ശ്വസിച്ചു, അല്ല മലിനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും നോർമലി നമ്മുടെ മൂക്കിൻ്റെ അകത്തൊക്കെ ചെറിയൊരു ലെയർ കഫം ഉണ്ടായിരിക്കും. പൊടിയുള്ള ഒരിടത്ത് ചെന്നപ്പോഴേക്കും ഉണ്ട് കുറേ അധികം കഫം വന്ന് അവിടെ അങ്ങോട്ട് മൂക്കൊക്കെ അടച്ചു. കുറേശ്ശെ നമുക്ക് ശ്വാസമൊക്കെ വലിക്കാൻ പറ്റുള്ളൂ. ആ പൊടീനെയൊക്കെ പറ്റിപ്പിടിച്ച് അകത്തേക്ക് കയറ്റി വിടാതെ ആ കഫത്തിൽ തന്നെ പറ്റിപ്പിടിച്ച് ഇരുത്തണം. അതിന് വേണ്ടിയിട്ട് കഫത്തിൻ്റെ അളവ് കൂട്ടുകയാണ്. അപ്പം ഈ വിധം ശരീരത്തെ ഇങ്ങനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് വലിയ ഇഷ്ടം വരും. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. നമ്മൾ വളരെ അശ്രദ്ധമായിട്ട് ഇപ്പം നല്ല വെയിലത്ത് നടക്കുന്നു, അല്ല നല്ല തണുപ്പത്ത് നടക്കുന്നു, കുറേ മഴയത്ത് നടക്കുന്നു, കുറേ നമുക്ക് പറ്റാത്ത ഭാരങ്ങൾ എടുക്കുന്നു, കുറേ മാനസികമായിട്ട് കുറേ പിരിമുറുക്കങ്ങൾ എടുക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കണം. ഇപ്പം ഞാൻ ഈ ചിന്തയൊക്കെ നടത്തുമ്പോൾ ഇപ്പം ഇത്രയും വിഷമത്തിലാണ്, മനസ്സിലാണ് വിഷമം, ഇത്രയും ദുഃഖത്തിൽ ഞാനിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? വെറുതെ ഒന്ന് നോക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നമുക്ക് നമ്മളൊരു ദുഃഖത്തിലിരിക്കുമ്പോൾ അല്ല ഒരു ദേഷ്യത്തിലിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ മനസ്സിലാവും ഇത് മനസ്സിൽ മാത്രമല്ല നിൽക്കുന്നത് ഈ ചിന്ത. എനിക്ക് ദുഃഖം വരുമ്പോൾ എൻ്റെ നെഞ്ചത്തൊരു കനമുണ്ട്, അത് ഭയങ്കര കനമാണ്. ഇങ്ങനെ ഒരു ദുഃഖം മനസ്സിൽ വരുമ്പോൾ നെഞ്ചത്ത് എങ്ങനെയാണ് ഭാരം വരുന്നത്, അല്ലെങ്കിൽ തൊണ്ടയിൽ എങ്ങനെയാണ് ഒരു കനം വരുന്നത്? പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ കുറച്ച് നേരത്തേക്ക്. വല്ലാണ്ട് ദുഃഖം വന്നു കഴിഞ്ഞാൽ തലയ്ക്കൊക്കെ എങ്ങനെയാണ് ആകെപ്പാട് ഒരു കനം വരുന്നത്? അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുകയെന്ന് വിചാരിക്കുക. ഈ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് വെറുതെ നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ദേഷ്യം മനസ്സിലാണല്ലോ, ശരീരത്തിനല്ല ദേഷ്യം. പക്ഷെ ഞാനൊന്ന് ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ? എന്തായാലും ശരീരവും മനസ്സും ഒന്നിച്ചല്ലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ ശരീരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ഹാർട്ട് റേറ്റ് ഒക്കെ കൂടിയോ? ദേഷ്യപ്പെട്ടു എന്നേ ഉള്ളൂ, മനസ്സിലാണ് ദേഷ്യം വന്നത്. പക്ഷെ ഹാർട്ടൊക്കെ ഭയങ്കര സ്ട്രെയിനിൽ, ശ്വാസമൊക്കെ ഭയങ്കര, ശ്വാസത്തിൻ്റെ ഗതിയൊക്കെ വളരെയധികം വേഗത കൂടിയ അവസ്ഥയിൽ, ശരീരത്തിലെ മസിലൊക്കെ ഉണ്ട് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ ഇരിക്കുന്നു. ഒരു പേടി വന്നാലും ഇതുപോലെ. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, ശരീരം കൊണ്ട് മാത്രമല്ല നമ്മളെ ഉപദ്രവിക്കുക, സ്ട്രെയിൻ കൊടുക്കുന്നത് മനസ്സുകൊണ്ടും കൂടിയാ. മനസ്സ് കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഈ ദേഷ്യവും പോവും, ദുഃഖവും പോവും, ഭയവും എല്ലാം പോകും. പക്ഷേ ശരീരം കുറേ കഷ്ടപ്പെട്ടു. മനസ്സ് ഇങ്ങനെ പലതരത്തിലും തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം ബലിയാടാവുന്നുണ്ട്, ശരീരം ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ശരീരത്തെ ഏതൊന്ന് ചെയ്യുമ്പോഴും ഒന്ന് സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കൂലേ, അവൻ എന്താ ചെയ്യുന്നത്, അവൻ സേഫ് അല്ലേ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ വേറെ കത്തിയൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ഇതേ തരത്തിൽ ഒന്ന് അവനൊന്ന് നോക്കുക. അപ്പോൾ ഓക്കെ അല്ലേ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ, വേറെ വിഷമമൊന്നുമില്ലല്ലോ, വേറെ പേടിച്ചിട്ടൊന്നും അല്ലല്ലോ ഉള്ളത് എന്ന തരത്തിൽ. ഇപ്പോൾ വിശക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കുടിക്കണോ കഴിക്കണോ എന്ന് നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് അന്വേഷിക്കുന്നത് പോലെ സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു ശതമാനം അറുതി വന്നു.